ഡൽഹിയിലെ ഫലം ഏറെക്കുറെ പുറത്തായി. 48-22 ഇങ്ങനെയാണ് ഇപ്പോഴത്തെ കക്ഷിനില. പഴയതുപോലെ കോൺഗ്രസ് സമ്പൂജ്യരായി. അപ്പോൾ ഈ ഡൽഹിയിലെ തണുപ്പ് കാലം മാറി വരികയാണ്, വസന്താഗമനം ആയി. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനത്തും കാണാത്ത ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു. 3 ദേശീയ സ്വഭാവം ഉള്ള നേതാക്കൾ, പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ആം ആദ്മി പാർട്ടിയുടെ അധ്യക്ഷൻ, ഇവർ 3 നേരിട്ട് നയിച്ച ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. ഇതിൽ ഡൽഹിയിലെ പ്രബുദ്ധ വോട്ടർമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മതി എന്ന് തീരുമാനിച്ചിരിക്കുന്നു. അത്തരത്തിലൊരു ദേശീയ പ്രാധാന്യം കൂടി ഇതിന് കൽപ്പിക്കാം. അടുത്ത ആഴ്ച അമേരിക്കയിലേക്ക് പോകുന്ന മോഡി ഡൽഹി വിജയത്തിൻ്റെ മധുരവും ആസ്വദിച്ചുകൊണ്ടാണ് പോകുന്നത്. ആരാകും ഡൽഹിയുടെ അടുത്ത മുഖ്യമന്ത്രി? മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി എന്ന് തോന്നുന്നു. പർവേഷ് വർമ്മ, കെജ്രിവാളിനെ തോൽപ്പിച്ച സ്ഥാനാർത്ഥി. അദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഇതിനു മുമ്പ് 2 തവണ. ഇപ്പോൾ അദ്ദേഹം നിയമസഭ മത്സരിച്ചല്ലോ. ഈ നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് 2 തവണ ജയിച്ചതാണ്. 2 തവണ ജയിച്ചപ്പോഴും റെക്കോർഡായിരുന്നു ഭൂരിപക്ഷം. ആദ്യം 2.5 ലക്ഷത്തോളം വോട്ടുണ്ടായിരുന്നു. അത് അന്നത്തെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് അത് 5.5 ലക്ഷത്തോളം ആയി. ആ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു. പിന്നീട് അത് ഇന്ത്യയിലെ 8ാമത്തെയോ മറ്റോ വലിയ ഭൂരിപക്ഷമായിരുന്നു അന്ന് എന്നാണ് എൻ്റെ ഓർമ്മ. ഇദ്ദേഹം ഈ കഴിഞ്ഞ തവണ ലോക്സഭ ടിക്കറ്റ് കൊടുക്കാതിരുന്ന ഒരുപക്ഷെ മനഃപൂർവ്വമായിരിക്കാം. കാരണം ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടനെ വരികയാണ്. ഒരു മുഖ്യമന്ത്രി ആകാൻ പറ്റിയ ഒരാൾ ആവശ്യമുണ്ട് എന്നൊക്കെ BJP കണ്ടു കാണുന്നതാണ് എനിക്ക് അന്ന് തോന്നിയിരുന്നത്. ഇദ്ദേഹമായിരിക്കും കെജ്രിവാളിനെതിരെ സ്ഥാനാർത്ഥി എന്നുള്ളത് നമ്മൾ ആദ്യമേ ചർച്ച ചെയ്തിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ പർവേഷ് വർമ്മ മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന സാഹിബ് സിംഗ് വർമ്മയുടെ മകനാണ്. അദ്ദേഹം ഇവിടെ പ്രവർത്തനം തുടങ്ങിയിരുന്നു. ആം ആദ്മി പാർട്ടി വളരെ നേരത്തെ പ്രവർത്തനം തുടങ്ങിയിരുന്നു അവരുടെ. പക്ഷേ ഈ പർവേഷ് വർമ്മ ഈ മണ്ഡലത്തിൽ വളരെ നേരത്തെ ആളുകളെ കാണുക, കുടുംബയോഗങ്ങൾ ചേരുക, അങ്ങനത്തെ ഇതൊക്കെ തുടങ്ങിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനൊരു ധാരണ പാർട്ടി കൊടുത്തിരുന്നു, നേരത്തെ പ്രവർത്തിക്കണം എന്നൊക്കെയുള്ള ധാരണ കൊടുത്തിരുന്നു എന്ന് തോന്നുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന 3 പേര് പർവേഷ് വർമ്മ അല്ലാതെ 2 പേര് ശിഖ റോയ്, ആദ്യത്തെ ഒരു വനിതാ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അവരെ പരിഗണിക്കാമെന്ന് വന്നിരുന്നു. പിന്നെ രമേഷ് ബിദൂരിയാണ്. പക്ഷേ രമേഷ് ബിദൂരി തോറ്റുപോയി. ഈ പർവേഷ് വർമ്മയ്ക്ക് വേറൊരു പ്രാധാന്യമുണ്ട്. അദ്ദേഹം ജാട്ട് ആണ്. അപ്പോൾ ഈ ഹരിയാനയിൽ ഈ സൈനിയെ മുഖ്യമന്ത്രിയാക്കിയത് അദ്ദേഹം OBC ആണ്. അദ്ദേഹത്തിനെ മുഖ്യമന്ത്രിയാക്കിയത് ഹരിയാനയിലെ ജാട്ടുകൾക്ക് പിടിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു ജാട്ടാവുമ്പോൾ ആ പ്രശ്നം തീരും. പിന്നെ ഉത്തർപ്രദേശ്, അതായത് പടിഞ്ഞാറൻ UP ധാരാളം ജാട്ടുകളുണ്ട്. ഉത്തർപ്രദേശിലുമൊക്കെ ഇനി തെരഞ്ഞെടുപ്പ് വരാൻ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഔട്ടർ ഡൽഹി ഉണ്ടല്ലോ, ഡൽഹിക്ക് പുറത്തുള്ള അത് സാധാരണഗതിയിൽ ആപ്പിന് കിട്ടുന്ന ഏരിയയാണത്. ആ നരേല തുടങ്ങിയല്ല, അത് മുഴുവൻ ഇത്തവണ BJP കിട്ടിയിട്ടുണ്ട്. ഈ പർവേഷ് വർമ്മയുടെ സ്ഥാനാർത്ഥിത്വം കൂടി സഹായിച്ചിട്ടുണ്ടാവും എന്ന് വേണം കരുതാൻ. ജാട്ടുകൾ ഏതാണ്ട് N ബ്ലോക്ക് BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പരിഗണിക്കാതെ പറ്റില്ല. അപ്പോൾ ജാതി സമവാക്യങ്ങൾ വെച്ചുകൊണ്ടും 47 വയസ്സേ ഉള്ളൂ, പിന്നെ അർഹത, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ മണ്ഡലം നന്നായിട്ട് അറിയാം. പിന്നെ അദ്ദേഹത്തിന് BJP കുറെ കാലമായിട്ട് ഗ്രൂം ചെയ്ത് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. നേരത്തെ നിയമസഭയിലും BJPയെ അദ്ദേഹം പ്രതിനിധീകരിച്ചിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ നിന്ന് പ്രതിനിധീകരിച്ചു. അപ്പോൾ വെസ്റ്റ് ഡൽഹി പാർലമെൻറ്റ് മണ്ഡലത്തിനെയാണ് അദ്ദേഹം പ്രതിനിധീകരിച്ചിരുന്നത് MP ആയിട്ട്. വെസ്റ്റ് ഡൽഹിയിൽ നിന്ന് 2 തവണ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2014 പിന്നെ 2019 2 തവണ. അപ്പോൾ ആ രണ്ടാമത്തെ തവണ 5,78,486 വോട്ടായിരുന്നു ഭൂരിപക്ഷം.
അദ്ദേഹത്തിൻ്റെ തന്നെ മുൻ റെക്കോർഡ് 2014 തിരുത്തുകയാണ് ചെയ്തത്. അപ്പോൾ ജനകീയ പിന്തുണ ഡൽഹിയിൽ ഏറ്റവും കൂടുതലുള്ള ഒരാളാണ്. കാരണം ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ള ആളാണ് പർവേഷ് വർമ്മ. അദ്ദേഹം പാർലമെൻറ്റിൽ പല കമ്മിറ്റികളിലുമൊക്കെ ഉണ്ടായിരുന്നു. മെഹ്റോളിയിൽ 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു 2013. എന്നിട്ട് യോഗാനന്ദ ശാസ്ത്രിയാണ് തോൽപ്പിച്ചത്. അത് സ്പീക്കറായിരുന്നു നിയമസഭയുടെ, ശാസ്ത്രി. അപ്പോൾ 2013 തോൽപ്പിച്ച ശേഷം പിന്നെ 2014 MLA ആയിരിക്കുകയാണ് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നത്. അപ്പോൾ ജയിച്ച് നല്ല ശീലമുള്ള ഒരാളാണ് ഈ അദ്ദേഹം. പിന്നെ ജനപിന്തുണ ഇപ്പോഴാണെങ്കിൽ ജയന്റ് കില്ലർ എന്നൊരു പേര് അത് വന്നു. പിന്നെ ജാട്ട് എന്നുള്ള സംഗതിയും നിൽക്കുന്നുണ്ട്. അപ്പോൾ 1977 ജനിച്ചത്, 47 വയസ്സാണ്, ഹിന്ദു ജാട്ട് ആണ്. പിന്നെ ഒരു സഹോദരൻ, 3 സഹോദരിമാരൊക്കെ ഉണ്ട്. ഡൽഹി പബ്ലിക് സ്കൂളിൽ പഠിച്ചതാണ്, RK പുരം. ഈ സാഹിബ് സിംഗ് വർമ്മ ഒരിക്കൽ BJPയുടെ മുഖ്യമന്ത്രി ആയിരുന്നല്ലോ, അദ്ദേഹത്തിൻ്റെ മകനാണ്. അതെ, മകനാണ്. സാഹിബ് സിംഗ് വർമ്മ MP യുമായിരുന്നു, പിന്നെ കേന്ദ്രത്തിൽ മന്ത്രിയുമായിരുന്നു, തൊഴിൽ വകുപ്പായിരുന്നു എന്നാണ്. സുഷമ സ്വരാജിന് തൊട്ട് മുമ്പ് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്നു. അതെ, മുഖ്യമന്ത്രിയുമായിരുന്നു. ഈ MBA പഠിച്ചിട്ടുണ്ട്, ഫോറസ്റ്റ് സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിൽ നിന്നാണ് പാസ്സായത്. പിന്നെ അമ്മാവൻ ആസാദ് സിംഗ് നോർത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ മേയറായിരുന്നു, നോർത്ത് ഡൽഹി കോർപ്പറേഷൻ മേയറായിരുന്നു. അപ്പോൾ ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. ഈ ആസാദ് സിംഗ് അമ്മാവൻ മുൻക എന്ന് പറഞ്ഞ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് 2013 BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുണ്ട്. അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടില്ല. അപ്പോൾ 2013 മുതൽ BJP ഇലക്ഷൻ കമ്മിറ്റിയിലും ഉണ്ട് ഈ വർമ്മ ഈ 2009 ഡൽഹിയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ 2009 മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. ടിക്കറ്റ് കൊടുത്തില്ല. ഈ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ടിക്കറ്റ് കൊടുത്തില്ല. പക്ഷേ പാർട്ടിക്കാർ ടിക്കറ്റ് കൊടുക്കാം എന്നൊക്കെ 2009 വാക്ക് കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ജനക്പുരിയിൽ നിന്നുള്ള MLA ആയിരുന്ന ജഗദീഷ് മുഖി ആണെന്ന് മത്സരിച്ചത്, വെസ്റ്റ് ഡൽഹിയിൽ നിന്ന്. അത് കഴിഞ്ഞ് ഈ 2009 ഒരു മഹാപഞ്ചായത്ത് ദ്വാരകയിൽ ചേർന്നിട്ട് ഈ പർവേഷിനെ ടിക്കറ്റ് നിഷേധിച്ചതിനെ എതിർത്തിരുന്നു, ജാട്ട് മഹാപഞ്ചായത്ത്. അതാണ് ഈ ജാട്ട് സ്വാധീനം എന്ന് പറയുന്നത്. ഇങ്ങർക്ക് ടിക്കറ്റ് കൊടുക്കാതെ ജഗദീഷ് മുഖിക്ക് 2009 ടിക്കറ്റ് കൊടുത്തപ്പോൾ തന്നെ ജാട്ട് പഞ്ചായത്ത് അതിനെ എതിർത്ത് പ്രമേയം പാസ്സാക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ 2013 BJP വർമ്മയെ മെഹ്റോളിയിൽ നിന്ന് MLA ആയിട്ട് 2013 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെഹ്റോളിയിൽ നിർത്തി. അപ്പോൾ സരിത ചൗധരി സൗത്ത് ഡൽഹി കോർപ്പറേഷൻ മേയർ, സൗത്ത് ഡൽഹി കോർപ്പറേഷൻ മേയർ, പിന്നെ സീനിയർ BJP ലീഡർ ഷേർ സിംഗ് ധാഗർ മെഹ്റോളിയിൽ 2008 മത്സരിച്ചിരുന്ന MLA സ്ഥാനാർത്ഥി. അവർ രണ്ടുപേരും ഈ പർവേഷ് വർമ്മ അവിടെ മെഹ്റോളിയിലെ MLA സ്ഥാനാർത്ഥി ആയതിനെ എതിർത്തിരുന്നു. എന്ന് പറഞ്ഞാൽ പാളയത്തിൽപ്പെടാം, BJPയുടെ അകത്ത് തന്നെ. അപ്പോൾ രണ്ടുപേരെയും പിന്തുണയ്ക്കുന്നവർ ഈ പർവേഷിനെ സ്ഥാനാർത്ഥിയാക്കിയത് എതിർത്തിരുന്നു. ഡൽഹി BJP ഓഫീസിൻ്റെ പുറത്ത് പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ അന്ന് നടന്നിരുന്നു. പർവേഷ് വർമ്മ മെഹ്റോളിയിൽ ഒരു വരത്തനാണ് എന്നാണ് ഈ സരിത ചൗധരിയുടെയൊക്കെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിരുന്നത്. എന്തായാലും അമ്മയും ഭാര്യയൊക്കെ മെഹ്റോളിയിൽ വർക്ക് ചെയ്തിരുന്നു, ക്യാമ്പയിൻ ചെയ്തു. ഈ നരീന്ദർ സിംഗ് സെജ്വാളിനെ, ആപ്പിൻ്റെ സെജ്വാളിനെയാണ് അന്ന് തോൽപ്പിച്ചത്. അന്നും വർമ്മ ജയിച്ചു. കാരണം ജാട്ടുകാരൊക്കെ എപ്പോഴും കൂടെയുണ്ട്. 4564 വോട്ടിനാണ് അന്ന് ജയിച്ചത് അങ്ങേര്. അപ്പോൾ യോഗാനന്ദ ശാസ്ത്രിയെ, സ്പീക്കറിനെ, അവിടെ സിറ്റിംഗ് MLA ആയിരുന്ന ആളെയാണ് തോറ്റത്. 2014 മുതൽ ഈ ലോക്സഭ 2,68,586 വോട്ടാണ് ആദ്യം ഭൂരിപക്ഷം. അത് റെക്കോർഡായിരുന്നു. ആ റെക്കോർഡ് പിന്നെ തിരുത്തി രണ്ടാമത്തെ തവണ 5.78 ലക്ഷം വോട്ട് നേടിയിട്ട് കോൺഗ്രസിൻ്റെ മഹാബൽ മിശ്രയെ ആണ് തോൽപ്പിച്ചത്. അപ്പോൾ അങ്ങനെ
നല്ല പരിചയമൊക്കെ ഉള്ള ആളാണ്. രാഷ്ട്രീയത്തിൽ 2 തവണ MP ആയിരുന്നു, മെഹ്റോളിൽ നിന്ന് MLA ആയിരുന്നു 1 തവണ. അപ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് അദ്ദേഹം. അതെ. അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ തീരുമാനം വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇദ്ദേഹം തന്നെ ഒരു ജയൻ്റാണ്. കാരണം അവിടെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള കിട്ടിയിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ കെജ്രിവാൾ ഒരു ജയൻ്റ് അല്ല എന്ന് പർവേഷ് വർമ്മ തെളിയിച്ചു കഴിഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.